അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. സത്യപാലനോട് വിശേഷം പറയാൻ മറന്നുപോയതല്ലേ. ഞങ്ങള് പിന്നെ വീട് മാറി. അയ്യോ, അതിനെ കുറിച്ച് എന്നോട് ചോദിക്കല്ലേ. ഞാനൊരു പാവം വക്കീല്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്നതിന്റെ കാര്യമൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം ജ്യോത്സ്യം പഠിക്കണം, പിന്നെ എക്കണോമിക്സും പഠിക്കണം. ഇത് രണ്ടുമാണല്ലോ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തത് 6500 രൂപയ്ക്ക്. ഈ വീടിന്റെ വാടക 4000 രൂപ. ഒരു മാസം ആ ഇനത്തിൽ രൂപ 2500 ആണ് ലാഭം. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇക്കണോമിക്സിന്റെ കാര്യം പറഞ്ഞത്. പക്ഷേ മോഹനേട്ടൻ എത്ര പറഞ്ഞാലും ഈ ഇക്കണോമിക്സും എനിക്ക് മനസ്സിലാവില്ല. വേറെയുണ്ട് പ്രശ്നങ്ങൾ. ഈ വീട് നമ്മൾ 11 മാസത്തേക്കാണ് വാടക എടുത്തിരിക്കുന്നത്. ഇപ്പോ 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് താമസം മാറ്റിയാൽ കുറഞ്ഞത് 1 മാസത്തെ വാടകയെങ്കിലും നഷ്ടപരിഹാരമായി നമ്മൾ ഉൽപ്പലാക്ഷൻ ചേട്ടന് കൊടുക്കേണ്ടതായിട്ട് വരും. തന്നെ ഈ വീട് ഇങ്ങനെ അലങ്കോലമായിട്ട് മോഹനേട്ടൻ ആപ്പീസിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരിതെല്ലാം നേരെയാക്കും. എന്തായാലും എന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭാവേ? എനിക്ക് ആഫീസിൽ 100 ജോലിയുള്ളതാ. എനിക്കും ഒരാപ്പീസുണ്ട്. അവിടെയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിലെ കേസിന് അവധിക്ക് അപേക്ഷിക്കാൻ ഞാൻ സത്യപാലനോട് പറഞ്ഞത് മോഹനേട്ടൻ തന്നെ കേട്ടതല്ലേ. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലെ കാര്യം ഒരു ദിവസം വില്ലേജ് ഓഫീസർ ഇല്ലെങ്കിൽ അതങ്ങ് നടന്നോളൂ. അത് ശരിയാവില്ല. ലീവ് എടുക്കാൻ ഒരു വില്ലേജ് ഓഫീസർക്ക് ആരുടെ അനുവാദം വേണ്ട. സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ഇതെല്ലാം അടുക്കി പറക്കുന്നതിന് സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ സാർ ഇന്നും ലീവ് എടുക്കും, നാളെ ലീവ് എടുക്കും. അതോടെ വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടൂല. ശരിയല്ലേ? ശരിയായിരിക്കും. വേലായുധന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യണം, അല്ലെങ്കിൽ ജോലിയിൽ വക്കീലിനെ സഹായിക്കണം. അതല്ലേ സാറേ? സാറിന്റെ വീട്ടിലെ ജോലി എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിന്റെ പ്രതിഫലമായി വരുമാന സർട്ടിഫിക്കറ്റ് തരുമ്പോ ഫലത്തിൽ അതൊരു കൈക്കൂലി അല്ലേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓഹോ, ഉത്തമൻ അങ്ങനെ എന്നെ കൈക്കൂലിക്കാരനാക്കാൻ നോക്കിയാണ്. അത് നടക്കില്ല. ഉത്തമൻ ഇവിടെ ഒരു ജോലി ചെയ്യണ്ട. തീർന്നല്ലോ പ്രശ്നം. എന്റെ പൊന്ന് സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. എനിക്കിന്ന് ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിൽ സാറ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ സഹായിക്കുമായിരുന്നല്ലോ. സാറിന് തന്നെ അറിയാലോ. ശരി, എങ്കിൽ ഉത്തമന് എനിക്കൊരു സഹായം വേറെ ചെയ്തു തരണം. നീ വാ, നീ എടുത്താ മതി. വീട് മാറിയ കാര്യങ്ങൾ വിളിക്കുന്നതായിരിക്കും. എനിക്ക് വേണ്ട സമാധാനം പറയാനായിട്ട്. ഹലോ, വില്ലേജ് ഓഫീസർ മോഹനേട്ടൻ സാറിന്റെ വീടല്ലേ? അതെ. സാറിനൊന്ന് കൊടുക്കാമോ? ആരാന്ന് പറയണം? ഞാൻ തഹസീൽദാരാ. അയ്യോ സോറി സാർ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കൊടുക്കാം. കൊടുക്കൂ. തഹസീൽദാരാ. ഹലോ. സാറേ, എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സാറിന് എന്താണ് പറയാന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം. ഇന്നോ? അയ്യോ സാർ, ഇന്ന് പറ്റില്ലല്ലോ. അല്ല, അത് വേറെന്നോട്ടല്ല. ഞാൻ വീണ്ടും പഴയ വീട്ടിലേക്ക് താമസം മാറി. ഇവിടെ ആകെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇന്ന് അതുകൊണ്ട് ഞാൻ ലീവാ. എനിക്ക് പോണം. കൃത്യം 10 മണിക്ക് ഓഫീസിലെത്താമെന്ന് ഞാൻ തഹസീൽദാർക്ക് ഓർഡർ കൊടുത്തു. നീ കേട്ടില്ലായിരുന്നോ? ബാബേ, നീ സാഹചര്യം മനസ്സിലാക്ക്. തഹസീൽദാർ ഇങ്ങനൊരു കാര്യം പറയുമ്പോ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? തൽക്കാലം നീ എല്ലാം ഒറ്റയ്ക്കൊന്ന് ശരിയാക്കി എടുക്ക്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് തീരില്ല മോഹനേട്ടാ. വേറെ വഴിയിലെത്തുന്നല്ലേ? നീ എങ്ങനെ ഒക്കെ ശരിയാക്കി എടുക്ക്. ഞാനൊരു വില്ലേജ് ഓഫീസറായി പോയില്ലേ? എനിക്ക് എന്റെ ഉത്തരവാദിത്തം ശരിയായിരിക്കാൻ പറ്റുമോ? എനിക്കുണ്ടായിരുന്നല്ലോ ഉത്തരവാദിത്തങ്ങള്. ഞാനതൊക്കെ മാറ്റി വെച്ചില്ലേ? നിന്നെ പോലാണ് ഞാൻ. ഇപ്പൊ എന്ത് ചെയ്യും? സാർ, എന്തു പറ്റി സാർ? അമ്മയെ വിളിച്ചത്. അമ്മ വരുന്ന വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. വീട്ടു സാധനങ്ങളൊക്കെ വലിച്ചേറിട്ടിരിക്കുക. ഒന്ന് അടുക്കിപ്പിറക്കി വയ്ക്കുന്നതിന് മുമ്പ് അമ്മ വന്നാ നാണക്കേടാ. സാറൊന്ന് ആഫീസിൽ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എല്ലാം ശരിയാക്കിയിട്ടേ വരുള്ളൂന്നാണല്ലോ വക്കീൽ പറഞ്ഞത്. പിന്നെ എന്തിനാ സാറ് വന്ന്? അതല്ലല്ലോ ഇപ്പൊ പ്രശ്നം.
ഹലോ, ആ ഭമേ ഞാനാ. എന്താ പറഞ്ഞിട്ട്? വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? ജോലിയൊക്കെ തീർന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. മോഹനേട്ടൻ വന്നിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ്.